ഇന്നലെ മന്ത്രിസഭാ യോഗത്തിലെടുത്തിട്ടുള്ള സുപ്രധാനമായ തീരുമാനങ്ങളിൽ ഒന്ന് ഇന്ന് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് സംസ്ഥാനത്തിനകത്ത് കഴിഞ്ഞ 9.5 വർഷ കാലഘട്ടത്തിനിടയിൽ, ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിനിടയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കപ്പെട്ടിട്ടുള്ള ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നു എന്നുള്ളതാണ് ആ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനം എന്ന് പറയുന്നത്. ഈ തീരുമാനം കടുത്ത യുവജന വഞ്ചനയാണ്. ഈ സംസ്ഥാനത്തിനകത്ത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളും പേര് രജിസ്റ്റർ ചെയ്ത് തൊഴിലിനു വേണ്ടി കാത്തു നിൽക്കുന്ന ചെറുപ്പക്കാരോട്, PSCയുടെ പരീക്ഷകൾ എഴുതി റാങ്ക് ലിസ്റ്റിൽ പേരുൾപ്പെട്ടിട്ടുള്ള ചെറുപ്പക്കാരോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ ഇപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ നിയമനങ്ങളെന്ന് പറയാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇവിടെ കർണാടകയിൽ മുമ്പ് നടന്നിരുന്നൊരു കേസ്, ഉമാദേവിയുടെ കേസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ ഈ നിയമനത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. ആ കേസിൽ തന്നെ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഇത് താൽക്കാലിക അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു നിയമനത്തിന് സാധുത നൽകുന്നത് ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ്, ഇതൊരു കീഴ്വഴക്കമാകാൻ പാടില്ല എന്ന് സുപ്രീം കോടതിയുടെ കൃത്യമായ നിർദ്ദേശം കൂടിയുണ്ട് എന്നിരിക്കെ ആ കേസിനെ തെറ്റായ രീതിയിൽ കോട്ട് ചെയ്ത് ഈ സംസ്ഥാനത്തിനകത്ത് കരാർ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് താൽക്കാലികമായി നിയമിക്കപ്പെട്ടിട്ടുള്ള ആളുകളെ ഇവിടെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്നത് യുവാക്കളോട് PSCയുടെ പരീക്ഷകൾ എഴുതി പാസ്സായി നിൽക്കുന്ന, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് നിൽക്കുന്ന ചെറുപ്പക്കാരോട് കാണിക്കുന്ന കടുത്ത വഞ്ചനയാണ് എന്ന്